കാറ്റടിക്കുമ്പോൾ ആറ്റി ആറ്റി ചായ കുടിക്കുന്നത് സുഖമുള്ളൊരു ഏർപ്പാടാണല്ലേ. താൻ എന്നെ സംസാരിച്ച് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എങ്കിൽ അതിനു വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. ഈ തോടിന്റെ മുകളിൽ കിടക്കുന്ന പാലമില്ലേ, ആ ഒരവസ്ഥ ഇപ്പൊ എൻ്റെ. പലരും കയറും, പലരും ചവിട്ടി തേച്ച് പോവും. പാലത്തിന് എന്ത് പരാതി? അതിങ്ങനെ കാലാകാലം കിടക്കും. കുറേ കാലം കഴിയുമ്പോൾ നിലം തല്ലിയെന്ന് വീഴും. ഇപ്പൊ വാക്കുകൾ വന്നല്ലോ, വരികളും വന്നല്ലോ. അല്ല, അറിയാതെ എന്തെങ്കിലും ഒരു 2 വരി എഴുതി പോലുള്ള പ്രശ്നം ഇതാ. അയാൾ ചങ്കു കുത്തി എന്തെങ്കിലും പറഞ്ഞാലും അവൻ കവിത എഴുതുകയാണെന്നേ പറയൂ. അതെളുപ്പോ. ഹരി, ഈ വാക്കുകളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ വേദനയും സങ്കടമൊക്കെ തിരിച്ചറിയുന്നുമുണ്ട്. പക്ഷെ നമ്മളിപ്പോ അമ്പലത്തിൽ കണ്ടൊരു കാഴ്ചയില്ലേ, അമ്മയും ജ്യോതിയും ശരവണനും എല്ലാവരും എന്നോട് പറഞ്ഞു, ജീവൻ പറയുന്നത് കള്ളായിരിക്കുന്നു. പക്ഷേ അതല്ല, പൂർണ്ണമായി മാറി ജീവൻ തിരിച്ചു വരികയാണെങ്കിൽ ഒരവസരം കൂടി കൊടുക്കണ്ടേ ഞാൻ? എപ്പോഴെങ്കിലും താൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? എന്റെ സംശയം ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അകലേക്ക് പോകുന്നത് എത്ര പ്രിയപ്പെട്ടതാണെന്ന് അറിയാൻ വേണ്ടി. ഹരി, തന്നെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ ജീവനെന്ന എന്റെ ഭർത്താവ് എന്റെ ബാധ്യതയാണ്. അത് ഞാൻ ചുമന്നേ പറ്റൂ.